ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഡി മണിയെ SIT ചോദ്യം ചെയ്തു. ഡിണ്ടിഗൽ വ്യവസായി ഡി മണിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. താൻ ഡി മണിയല്ലെന്നും MS മണിയാണെന്നും വിശദീകരണം. സ്വർണ്ണക്കവർച്ചയുമായി തനിക്ക് ബന്ധമില്ലെന്നും ഡി മണി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്ത് ഹാജരാകാൻ ഡി മണിക്ക് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലാണ് ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. മണിയുടെ വീട്ടിലും ഓഫീസിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ചെയ്തു. മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ അടക്കം കാണിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ. അതേസമയം താൻ ഡി മണിയല്ലെന്നും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന MS മണിയാണെന്നും സ്വർണ്ണക്കടത്തുമായി തനിക്ക് യാതൊരു ബന്ധമില്ലെന്നും മണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. அவங்க எதுக்கு வந்தாங்க இன்னும் புரியவே இல்லை. டி மணின்னு கேட்டாங்க. இல்லைங்க நான் MS மணி, எவ்வளோ ஃபுல் நேம் சுப்பிரமணியன் சொன்னேன். அதுக்கப்புறம் வந்துட்டு எல்லாமே தாங்க பேச அப்புறம் யார் தெரிஞ்சுட்டு அவங்க எல்லாருமா வந்துட்டாங்க வரணும் இல்லை. ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു പ്രതികരണം. അതേസമയം മണിയെ SIT സംഘം വീണ്ടും ചോദ്യം ചെയ്യും. തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട SIT മണിക്ക് നോട്ടീസ് അയച്ചു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായി വിഗ്രഹ കള്ളക്കടത്തും നടന്നു എന്ന പ്രവാസി വ്യവസായി മൊഴി നൽകിയിരുന്നു. ശബരിമലയിൽ നിന്ന് ഡി മണി എന്ന ആൾ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നാണ് കള്ളക്കടത്ത് നടത്തിയതെന്നുമായിരുന്നു മൊഴി. ഇതിന് പിന്നാലെയാണ് ഡിണ്ടിക്കൽ സ്വദേശിയായ മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ജനം, തിരുവനന്തപുരം.